വലിയ സാധ്യതകൾ, വലിയ ശമ്പള വർധനവും ഒക്കെ ഇവിടെ കൊടുക്കുമ്പോഴും ഈ അടിത്തട്ടിനെ, സാധാരണക്കാരെ, അംഗനവാടി ജീവനക്കാർ, ആശാ വർക്കേഴ്സ്, ഇവരെയൊക്കെ പാടെ അവഗണിക്കുന്ന, യാതൊരു സുരക്ഷിതത്വമില്ലാത്ത ഒരു ജോലി മേഖലയായിട്ട് ഈ ആശാ വർക്കേഴ്സ് മാറിയിരിക്കുകയാണ്. ഇവിടെ മുമ്പ് സൂചിപ്പിച്ചതുപോലെ അവർക്ക് പെൻഷനില്ല. അവരെ ജോലിയിൽ നിന്ന് ഏത് സമയത്തും പിരിച്ചുവിടാനുള്ള അധികാരം സർക്കാരിനുണ്ട്. അങ്ങനെ ജോലി ഉപേക്ഷിച്ചു പോയാൽ അവർക്ക് പിന്നീട് മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കുന്നില്ല. ഇങ്ങനെ എല്ലാ രംഗത്തും പാടെ അവഗണന മാത്രം ലഭ്യമാക്കുന്ന ആശാ വർക്കേഴ്സ്, പേരിൽ മാത്രമേ ആശയുള്ളൂ. യാഥാർത്ഥ്യം ജീവിതത്തിൽ മുഴുവൻ നിരാശയാണ്. ആ നിരാശ മാറ്റി യഥാർത്ഥ ആശ, പ്രതീക്ഷ അവരുടെ ജീവിതത്തിൽ പുലരണമെങ്കിൽ അവരെ മനുഷ്യരായി പരിഗണിക്കണം. അവരെ മനുഷ്യരായി പരിഗണിക്കണം. മനുഷ്യനാകുക എന്ന് പാടിയാൽ മാത്രം പോരാ, മുദ്രാവാക്യം വിളിച്ചാൽ പോരാ, അത് സർക്കാരിന്റെ നയങ്ങളിൽ പ്രകടമാവണം. നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവേദ്യമാകണം. അതുകൊണ്ട് ഇവരാവശ്യപ്പെടുന്ന ന്യായമായ ശമ്പളം, അലവൻസുകൾ, അവരുടെ പെൻഷൻ സംബന്ധിച്ചുള്ള ധാരണകൾ, ഇതെല്ലാം കൃത്യമായി ഒരു ചർച്ചയിൽ കൂടി ഞാൻ ഇടതുപക്ഷ സർക്കാരിനോട് വയ്ക്കുന്ന അഭ്യർത്ഥന ഇതാണ്.